ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ 2 സിനിമകളുണ്ട്. ഒന്ന് വിലായക് ബുക്ക്, 2 എക്കോയും. അപ്പം ഇപ്പോൾ കേരളക്കാരെ മൊത്തം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എക്കോ. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിലും പുറം രാജ്യങ്ങളിലാണ് ഭയങ്കര ഒരു ബുക്കിങ്ങും ഒരു തള്ളിക്കയറ്റമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പടത്തിന്റെ ഇപ്പം 3 ദിവസമായി. അപ്പം പടത്തിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് പടം നേടിയത് ഏകദേശം 6 കോടിയോളം രൂപയാണ് പടം നേടിയിരിക്കുന്നത് എക്കോ. അപ്പം എന്തായാലും വലിയൊരു സെൻസേഷണൽ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞായറാഴ്ച മാത്രം ആ പടം നേടിയിരിക്കുന്നത് 2,80,00,000 രൂപയാണ്. ഏകദേശം 3 ആഴ്ച മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഹിറ്റിലേക്ക് ആ പടം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ, അതായത് തിങ്കളാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആണെങ്കിൽ നമുക്കറിയാം. അപ്പം ഇന്നത്തെ പ്രീസെയിൽ മാത്രം 38 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ 1 കോടി മണ്ടയ്ക്ക് പോയിരിക്കും, അത് ഉറപ്പാണ്. ചെറിയൊരു പടം വലിയൊരു സെൻസേഷണൽ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇനിയും കളക്ഷൻ നേടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ പ്രേക്ഷകരെല്ലാം വിലായക് ബുക്തയിൽ നിന്ന് എക്കോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതിനൊരു വലിയൊരു ഇതാണ് ഇപ്പം ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാം. മൈ ഷോ എടുത്ത് നോക്കിയാലും പടത്തിന്, അതായത് വിലായക് ബുക്തയെക്കാളും എക്കോയ്ക്കാണ് ബുക്കിങ്ങും റേറ്റിങ്ങും എല്ലാം കൂടുതൽ. അപ്പം എന്തായാലും നല്ലൊരു കളക്ഷൻ നേടട്ടെ. ഇനിയും കളക്ഷൻ നേടിയിട്ട്, അത് മാത്രമല്ല പ്രത്യേക ഒരു കാര്യം, നൈറ്റ് ഷോസിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. അത് മാത്രമല്ല ഹൗസ്ഫുൾ എണ്ണം കൂടിയിരിക്കുന്നു. ഹൗസ്ഫുൾ ഷോസും നൈറ്റ് ഷോസിന്റെ എണ്ണവും എല്ലാം കൂടി വലിയൊരു സെൻസേഷണൽ ഹിറ്റിലേക്കാണ് ഈ പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും കളക്ട് ചെയ്യട്ടെ, തൂത്ത് വാരട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ കാണുന്നവരെ ബൈ.